ഇതൊക്കെയാണ് ഷിജു ഖാനി കേൾക്കുന്നത്. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, അവരെ പാർട്ടി ഓഫീസിൽ വെച്ച് നേതാക്കളുടെ സാന്നിധ്യത്തിൽ അമുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക, അങ്ങനെ ഒരു സങ്കര സംസ്കാരം ഉണ്ടാക്കുക, എന്നൊക്കെ ചെയ്യാമോ? ശ്രീ നാസർ ഫൈസി കൂടത്തായിയുടെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് ഒരു ആധുനിക സമൂഹത്തിന് തീരെ യോജിച്ച പ്രതികരണമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഒക്കെ സംരക്ഷിക്കാൻ പൊതുവിൽ മതേതര ചേരി ശക്തിപ്പെട്ടു വരികയും കേരളത്തിലെ ന്യൂനപക്ഷ സംഘടനകളിൽ പ്രബല സംഘടനകളായിട്ടുള്ള സുന്നി സംഘടനകളടക്കം ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പല വിധത്തിലുമുള്ള ക്യാമ്പയിനുകളിൽ അണിചേരുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ശ്രീ നാസർ ഫൈസി കൂടത്തായിയുടെ സ്റ്റേറ്റ്മെന്റ് ദൗർഭാഗ്യകരമാണ്. അത് പിൻവലിക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട്, ഹിന്ദു വിവാഹ നിയമവും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സിഖ്, ജൈന, ബുദ്ധ മതവിഭാഗത്തിൽപ്പെട്ടവർ ആ പരിധിയിലും, മുസ്ലിം, ക്രിസ്ത്യൻ പിന്നെ വിവാഹ രീതികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രത്യേകമായും രാജ്യത്തുണ്ട്. അതുകൂടാതെ സ്പെഷ്യൽ മാരേജ് ആക്ടും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ആ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകാൻ മറ്റേതെങ്കിലും പിന്നീട് മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ആവശ്യകതയുമില്ല. അതാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. പിന്നെ അതിൻ്റെ പ്രസക്തി അതാണ്. പിന്നെ അതോടൊപ്പം പിന്നെ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് അദ്ദേഹം ഇതിലേക്ക് വലിച്ചിഴക്കുകയുണ്ടായി. ഡിവൈഎഫ്ഐയും CPIM-ഉം ഒക്കെ ഇപ്രകാരം അദ്ദേഹം ഒരു കടന്ന പ്രയോഗമാണ് നടത്തിയത്. തട്ടിക്കൊണ്ടുപോയി പിന്നീട് വിവാഹം കഴിക്കുന്നു എന്ന നിലയിലാണ്. പിന്നീട് തന്നെ അദ്ദേഹം തിരുത്തി, തട്ടിക്കൊണ്ടുപോക്കല്ല, അത് മാനസികമായിട്ട് പ്രേമിച്ച് വശംവദരാക്കുന്ന രീതിയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സെക്കുലർ മാട്രിമോണിയൊക്കെ നടത്തിയിരുന്നത് ഡിവൈഎഫ്ഐ അല്ലേ? പിന്നെ ഡിവൈഎഫ്ഐ നേതാക്കൾ മതം വിട്ട് കല്യാണം കഴിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ല, ഞാനതാണ് പറഞ്ഞത്. ഇപ്പം ഡിവൈഎഫ്ഐ സംബന്ധിച്ച് കേരളത്തിലും ഇന്ത്യയിലും വ്യത്യസ്തങ്ങളായ സമര പ്രവർത്തനങ്ങളും മതേതര ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള ബഹുമുഖ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന സംഘടനയാണ്. ഡിവൈഎഫ്ഐ ഏതെങ്കിലും ഒരു പിന്നെ വ്യത്യസ്തങ്ങളായ മതത്തിൽപ്പെട്ടവർ ഡിവൈഎഫ്ഐയുടെ ഭാഗമായിട്ടും വിവാഹം കഴിക്കുന്നുണ്ട്, പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടും വിവാഹം കഴിക്കുന്നുണ്ട്. അതൊക്കെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ടും ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ടും സ്പെഷ്യൽ മാരേജ് ആക്ടിനെ അംഗീകരിച്ചുകൊണ്ടും ഒക്കെയാണ് എല്ലാ പിന്നെ ആളുകളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഡിവൈഎഫ്ഐക്ക് ഇതിൽ പ്രത്യേകമായ എന്തോ ഒരു താല്പര്യമാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം ശരിയായില്ല. പിന്നെ ഈ RSSും അതോടൊപ്പം ഹിന്ദുത്വ സംഘടനകളും ഒക്കെ ഈ ലവ് ജിഹാദ് പോലുള്ള വാദങ്ങൾ ഉയർത്തി ഹിന്ദു പെൺകുട്ടികളെ ഈ മുസ്ലിം ചെറുപ്പക്കാർ കൊണ്ടുപോകുന്നുവെന്ന് ഒരു ഭാഗത്ത് പിന്നീട് മുറവിളി മുഴക്കുമ്പോൾ മറ്റു ചില തീവ്ര ക്രിസ്ത്യൻ പിന്നെ സംഘടനകൾ ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽ നിന്ന് പെൺകുട്ടികളെ മറ്റു ചിലർ കൊണ്ടുപോകുന്നു എന്ന് മുറവിളി കൂട്ടുമ്പോൾ ഇതാ മുസ്ലിം പെൺകുട്ടികളെയും മറ്റു ചില ആളുകൾ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും തീവ്ര ക്രിസ്ത്യൻ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരുടെയും പ്രതികരണത്തിന്റെ മറ്റൊരു വകഭേദമാണോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഘടനയും സുന്നി സംഘടനകളും കേരളത്തിലെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള വിപുലമായ പ്ലാറ്റ്ഫോമിൽ വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ഒറ്റപ്പെട്ട പ്രതികരണം തീർച്ചയായിട്ടും അദ്ദേഹം പിൻവലിക്കണമെന്നാണ് എന്റെ അഭിപ്രായം.